ദിനേശ് ബി ഡി തൊഴിലാളി സഹകരണ സംഘത്തിന് ഇന്ന് 50 ആണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങളുടെ ഭാഗമായി സംഘത്തിന്റെ ആദ്യകാല തൊഴിലാളികളെ ആദരിക്കും. 1969 ഫെബ്രുവരി 15 സ്ഥാപിതമായ ദിനേശ് ബി ഡി കമ്പനി ഇപ്പോൾ 50-ാം വാർഷികാഘോഷ നിറവിലാണ്. മലബാർ മേഖലയിൽ അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും നിർണായകമായ സ്വാധീനമാണ് ദിനേശ് ബി ഡി വഹിച്ചത്. കണ്ണൂർ ആസ്ഥാനമായി കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലുമായാണ് കേരള ദിനേശ് ബി ഡി തൊഴിലാളി സഹകരണ സംഘം ആരംഭിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമെന്ന നിലയിലേക്ക് വളർന്ന പ്രസ്ഥാനത്തിനു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി മനുഷ്യരാണ് കൂനിക്കൂടിയിരുന്ന് അധ്വാനിച്ചത്. ഒരു നേരത്തെ ആഹാരത്തിന് അന്നെല്ലാം തന്നെ ദാരിദ്ര്യം കൊടികുത്തു വാണിരുന്ന ഒരു കാലമാണ്. ഇന്നത്തെ പോലെയുള്ള സാമൂഹ്യ സ്ഥിതിയൊന്നും അന്നുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലെല്ലാം തന്നെ തൊഴിലാളികളുടെ ദാരിദ്ര്യം മാറ്റാൻ, കുടുംബം ശരിയായ രൂപത്തിൽ പുലർത്തിക്കൊണ്ടുപോകാൻ സഹായകമായ രീതിയിൽ ഈ പ്രസ്ഥാനം ആശ്വാസമായി എന്നുള്ളതാണ് ഇന്നത്തെ അതിൻ്റെ ഒരു സാഹചര്യം. വറുതിക്കാലത്ത് നിരവധി കുടുംബങ്ങളിലെ വറുതി മാറ്റുന്നതിലും സംഘം നിർണായക സ്വാധീനമായി. അഭ്യസ്തവിദ്യരില്ലാതിരുന്ന പഴയകാല തൊഴിലാളി കുടുംബങ്ങളെ പ്രബുദ്ധരാക്കുന്നതിലും സംഘം ശ്രദ്ധിച്ചിരുന്നു. തൊഴിലാളികളിൽ ഒരാൾ എല്ലാവർക്കുമായി പത്രമാസികകൾ ഉച്ചത്തിൽ വായിക്കുന്ന മാതൃകാ രീതിയാണ് പിന്തുടർന്നിരുന്നത്. രാവിലെ വന്ന് ഒരു 9 മണിക്ക് വന്ന് ഇവിടെ ഇരുന്ന് 1 മണിക്കൂർ പത്രം വായിക്കും. അതിലെല്ലാ അറിവും ഞങ്ങൾക്ക് കിട്ടിയത് ആ പത്രത്തിലൂടെയാണ്. നിലവിൽ 18 പ്രൈമറി സംഘങ്ങളിലും അനുബന്ധ യൂണിറ്റുകളിലുമായി 6000-ഓളം തൊഴിലാളികൾ സംഘത്തിലുണ്ട്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 50-ാം വാർഷികാഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കും. പഴയകാല തൊഴിലാളികളെ ആദരിക്കൽ മുതൽ വിവിധ പരിപാടികൾ നടക്കും. നിരവധി സമരചരിത്രത്തിന്റെ കഥയുള്ള സംഘത്തിന്റെ പഴയകാല സമരസഖാക്കളെയും ആദരിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും വിവിധ ചടങ്ങുകളിൽ വരും ദിവസങ്ങളിൽ പങ്കെടുക്കും. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ഷബീർ ഒമർ, മീഡിയ 1, കാസർഗോഡ്.